അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞെന്താ, നിങ്ങൾ വേണമെങ്കിൽ പോയി പരിശോധിച്ചെന്നല്ല പറഞ്ഞത്. ഇദ്ദേഹം സാക്ഷിയാ. ഇദ്ദേഹത്തോട് പറഞ്ഞാ നിങ്ങൾ വേണമെങ്കിൽ പോയി പരിശോധിച്ചോ. തലക്കുളത്തൂർ മാമി ഉള്ള സ്ഥലത്ത് മാമി അവിടം വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ CCTV ഉണ്ട്, അത് നമുക്ക് പരിശോധിച്ചൂടെ എന്ന് പോലീസിനോട് മാമിയുടെ കുടുംബം ചോദിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്താ, അത് നിങ്ങൾ പോയി ഒന്ന് നോക്കൂ. ഇവിടെ പോലീസ് നോക്കേണ്ട പണി കുടുംബത്തിനോട് പറയാണ് നിങ്ങൾ എടുത്തോന്ന്. ഞങ്ങൾ എന്ന് തൊട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ മീഡിയയുടെ ആളുകളെല്ലാം വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താണോ അന്ന് ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് നടന്നത്. CD ടവറിൽ വേറൊരു കാര്യം, മാമി മിസ്സായത് കോഴിക്കോട് CD ടവറിൽ വെച്ചിട്ടാണ്. ഈ CD ടവറിൽ ഒരു മനുഷ്യന് നമുക്ക് എന്തൊരു സാധനം കാണാതായാലും നമ്മൾ ആദ്യം അവിടെ CCTV ഉണ്ടെങ്കിൽ ആ പരിസരം ഒന്ന് നോക്കൂ. മാമി കാണാതായത് കോഴിക്കോട് CD ടവറിൽ വെച്ചിട്ടാണെന്ന് പല കുറി നമ്മൾ പറഞ്ഞതാ. ഇവിടുത്തെ മീഡിയകൾ ചർച്ച ചെയ്താണ്, നമ്മുടെ എല്ലാ പരിപാടിയും പറഞ്ഞതാണ്. എന്നിട്ട് ആ ഞങ്ങളത് പരാതി അടക്കം കൊടുത്തു. CD ടവറിന്റെ കാര്യത്തിൽ നിന്നുള്ള പരാതിയിൽ അടക്കം ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ CD ടവറിലെ CCTV പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. അത് മാത്രല്ല, അതിന് 23 കഴിഞ്ഞ് 26-ാം തീയതി പോലീസ് അവിടെ പോയിട്ട് CCTV ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് കൂടാതെ ഞങ്ങളിപ്പോ ക്രൈംബ്രാഞ്ചിൽ കഴിഞ്ഞ പ്രാവശ്യം മുതലക്കുളത്ത് നടന്ന പരിപാടിക്ക് ശേഷം ഞങ്ങളടുത്ത് വന്ന ഒരാൾ പറയാണ്, CD ടവറില് മാമി കാണാതായതിന്റെ കുറച്ചു ദിവസത്തിന് ശേഷം ഒരാളുകൾ വന്നിട്ട് അവിടുത്തെ CCTV പരിശോധിച്ചു. മാമി കാണാതായതിന്റെ പിറ്റേ ദിവസം ഇവിടുത്തെ പോലീസുകാരല്ല, സാധാരണ ഒരു വ്യക്തി പോയിട്ട് അവിടുത്തെ CCTV പരിശോധിച്ചു എന്ന് അവിടെ അനുഭവസ്ഥർ ഞങ്ങളോട് പറഞ്ഞു. മാമി കുടുംബത്തിനോടും ആക്ഷൻ കമ്മിറ്റിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളിത് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഇത് ശരിയായ രീതിയിൽ അന്വേഷിച്ചോ ഞങ്ങൾക്കറിയില്ല. അത് വലിയൊരു ഘടകമല്ലേ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അവിടെ പോയതിന് മുമ്പേ, പോലീസ് പോയത് 25-ാം തീയതിക്ക് ശേഷമാണ് CD ടവർ പോയത്. അതിനു മുമ്പേ മാമിയെ കാണാതായതിന്റെ പിറ്റേ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അല്ലാത്തൊരാൾ പോയിട്ട് അവിടുത്തെ CCTV പരിശോധിച്ചു. അപ്പൊ പോലീസ് അന്ന് മുതൽ ഇത് അന്വേഷിച്ചിട്ടില്ല. ശരിയായ രീതിയിൽ പോലീസ് ഈ CCTV 63 ക്യാമറകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. അതായത് CD ടവർ മുതൽ അങ്ങ് തലക്കുളത്തൂർ വരെ 63 ക്യാമറകളുണ്ട്. ഈ ക്യാമറകളൊന്നും തന്നെ ആ CCTVകളിൽ 63 CCTVകളിലും മാമി പതിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഈ തലക്കുളത്തൂർ പോയിട്ട്, അതായത് ഇപ്പൊ തന്നെ നമ്മളെ എല്ലാവരും തന്നെ നമ്മളെ മുമ്പ് കാലങ്ങളിൽ പറഞ്ഞതാണ് ഈ മാമിയുടെ ഡ്രൈവർ റജിയുടെ സാന്നിധ്യത്തെ പറ്റിയും റജിയുടെ കോളിനെ പറ്റിയൊക്കെ പറഞ്ഞു. എന്നിട്ട് മാമിയുടെ കുടുംബം അന്നത്തെ SHO ആയിരുന്ന PK ജിജീഷിനോട് തലക്കുളത്തൂരിലെ ഈ റജിയുടെ വീട് പരിസരവുമായി ബന്ധപ്പെട്ടുള്ള CCTV പരിശോധിക്കാൻ പറഞ്ഞ അന്ന് ഈ മാമി കുടുംബത്തിനോട് ഈ SHO പറഞ്ഞതെന്താ, അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞെന്താ, നിങ്ങൾ വേണമെങ്കിൽ പോയി പരിശോധിച്ചെന്നല്ല പറഞ്ഞത്. ഇദ്ദേഹം സാക്ഷിയാ. ഇദ്ദേഹത്തോട് പറഞ്ഞാ നിങ്ങൾ വേണമെങ്കിൽ പോയി പരിശോധിച്ചോ. തലക്കുളത്തൂർ മാമി ഉള്ള സ്ഥലത്ത് മാമി അവിടം വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ CCTV ഉണ്ട്, അത് നമുക്ക് പരിശോധിച്ചൂടെ എന്ന് പോലീസിനോട് മാമിയുടെ കുടുംബം ചോദിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്താ, അത് നിങ്ങൾ പോയി ഒന്ന് നോക്കൂ. ഇവിടെ പോലീസ് നോക്കേണ്ട പണി കുടുംബത്തിനോട് പറയാണ് നിങ്ങൾ എടുത്തോന്ന്. അപ്പൊ ആ തരത്തില് അന്ന് മുതൽ മാമി കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പറയുന്നതാണ്, ഇതിലൊരു ബാഹ്യശക്തിന്റെ ഇടപെടലുണ്ട്. ഇപ്പോഴും ഇവര് നിൽക്കൂല. അതായത് ഈ 4 പോലീസുകാരിൽ SHOനെ കൊണ്ടോ അല്ലെങ്കിൽ SIനെ കൊണ്ടോ അല്ലെങ്കിൽ സാധാ സിവിൽ പോലീസിനെ കൊണ്ടോ അല്ല, ഇതിന്റെ മുകളിൽ കളിച്ച ആളാരാണോ, ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് വെളിച്ചം കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ അവരിപ്പോഴും ഈ സമൂഹ മധ്യത്തിലുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ബാധ്യത ഇപ്പൊ പോലീസിനുണ്ട്. ഇപ്പം ഏകദേശം 1 വർഷത്തിലധികമായി ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിട്ട്. ഇപ്പോഴും ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് ദിനംപ്രതി ഒന്നാണ്. ഇന്നലെ ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് DYSP ആയിട്ട് സംസാരിച്ചു. അന്നപ്പോൾ അവർ പറയുന്ന കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് വരാനുണ്ട്, അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് ശരിയായ രീതിയിൽ ആദ്യം അന്വേഷിച്ചിരുന്ന നടക്കാവ് പോലീസ് അന്വേഷിക്കാത്തതിലുള്ള വലിയൊരു പ്രശ്നം നമുക്കുണ്ട്. അതെല്ലാം ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ചകൾ അടക്കമാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധാരണക്കാരന്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഒരു സാധാരണ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തി കാണാതായിട്ട് പോലീസ് ഇത്രയും ഒരു കൃത്യവിലോപം ഇത്രയും മോശമായിട്ട് ചെയ്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ എന്നാണ് നീതി കിട്ടുക ഇപ്പൊ ചോദ്യം. ഇപ്പം പോലീസ് ക്രൈംബ്രാഞ്ച് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഉന്നതാധികാര സമിതിയാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ റിപ്പോർട്ട് അന്വേഷിച്ചു. അപ്പൊ ഇതാണ് സംഭവിച്ചത്.